ബംഗാളിൽ ബി.ജെ.പി. നേടിയ തകർപ്പൻ വിജയത്തിന് ശേഷം ബംഗാളിലെ ടി.എം.സി നെടുകെ പിളർന്നു. നെടുകെ എന്നല്ല, മമതാ ബാനർജിയോടൊപ്പം നിൽക്കാൻ പോലും ആളില്ലാത്ത വിധം അത് തകർന്നു. പിന്നീട് മഹാരാഷ്ട്രയിലെ ഉദ്ധവിന്റെ ശിവസേനയും പിളർന്നു. 9 എം.പിമാരിൽ 7 പേരും മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുന്നു. യു.പിയിലാകട്ടെ സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിലാണ്. ഇതോടുകൂടി നോ വേക്കൻസി ബോർഡ് വെക്കുന്ന അവസ്ഥയിലേക്ക് ബി.ജെ.പി. നീങ്ങിയേക്കുമെന്നൊരു സൂചനയുണ്ട്. കാരണം ഈ ടി.എം.സി എന്ന് വരുന്ന നേതാക്കളെയും എം.എൽ.എമാരെയും എം.പിമാരെയും ഒക്കെ ബി.ജെ.പിയിലേക്ക് എടുക്കുന്നതിനോട് ബംഗാൾ ഘടകത്തിന് താല്പര്യമില്ല. അവർ അത് വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത്, നമ്മൾ ടി.എം.സിയുടെ അഴിമതിക്കും ഗുണ്ടാരാജിനുമെതിരെ പോരാടിയാണ് ബംഗാൾ പിടിച്ചത്. വീണ്ടും സഖ്യത്തിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് എടുക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്? അത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നാണ്. പക്ഷെ കേന്ദ്രത്തെ സംബന്ധിച്ച് ഈ എം.പിമാരുടെ പിന്തുണ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കേന്ദ്രഭരണം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഇവരെ ഉൾക്കൊള്ളണമെന്നുമുണ്ട്. ഒരുപക്ഷെ ഇത് മഹാരാഷ്ട്ര മോഡൽ, അതായത് ഉദ്ധവിനെ പിളർത്തി ഷിൻഡെ വിഭാഗം രൂപീകരിച്ചതിന് സമാനമായ നീക്കങ്ങളായിരിക്കും ടി.എം.സിയുടെ കാര്യത്തിൽ ബി.ജെ.പി. സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ ഭാഗമായി തന്നെ ബംഗാളിൽ നിലവിൽ ടി.എം.സി തങ്ങളാണ് ഒറിജിനൽ ടി.എം.സി എന്ന് പറഞ്ഞുകൊണ്ട് വിമതന്മാർ ഏതാണ്ട് 60ഓളം എം.എൽ.എമാർ ചേർന്ന് പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷനും മറ്റു നടപടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശിവസേനയും ശിവസേനയും പോലെ തന്നെ ടി.എം.സി, മമതയുടെ നേതൃത്വത്തിലുള്ള ടി.എം.സിയും ഒപ്പം തന്നെ മറ്റൊരു ടി.എം.സിയും അങ്ങനെ കൂടെ കൊണ്ടു നടക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ പാർലമെന്റിൽ ഇവരെ ഉപയോഗപ്പെടുത്തുക എന്ന നയമായിരിക്കാം ഒരുപക്ഷെ ബി.ജെ.പി. വെച്ച് പുലർത്തുക. പക്ഷെ ഷിൻഡെയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ശിവസേനയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. കാരണം ശിവസേന എന്ന് പറയുന്ന 7 പേരെയും ഷിൻഡെ വിഭാഗത്തിലേക്ക് ലയിപ്പിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ബി.ജെ.പി. ഇനി നേരിട്ട് ആളെ എടുക്കുന്നില്ല. പകരം ഷിൻഡെ വിഭാഗത്തിലേക്ക് ഈ 7 എം.പിമാരെ ചേർക്കുക. ടി.എം.സിക്ക് പ്രത്യേക ഒരു വിങ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ അവിടെ നിലനിർത്തുകയാണ്. ഇനി സമാജ്വാദി പാർട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പാർട്ടി ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഏതായാലും ഈ ടി.എം.സി അടക്കം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന നേതാക്കന്മാരും എം.എൽ.എമാരും ഒക്കെ വരുന്നതിൽ സംഘപരിവാറിനുള്ളിൽ തന്നെ വലിയ മുറിവുറുപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.